ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്ന റേറ്റ് 120 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മീഷോയിൽ കാണിക്കുന്നത് 160 റുപ്പീസാണ്. പക്ഷേ ഓഫർ പ്രൈസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിന് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 6 പോട്ട്സും അതിൻ്റെ പ്ലാന്റ്സോടെ കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സാണ് വന്നിട്ടുള്ളത്. അതിന് ഇതുണ്ടില്ലേ ഒരു ചെറിയൊരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കനമുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറച്ച് കുഞ്ഞ് കല്ലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് പോലും പറയാത്ത രീതിയിലുള്ള പ്ലാന്റ്സ് അടക്കം നമുക്കിതിൽ കൂടുതലുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാന്റ് മാത്രമാണ് എനിക്ക് ഇത്തിരി ഒന്നും ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കി എല്ലാ പ്ലാന്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ശരിക്കും ഒറിജിനൽ പോലെ തന്നെയുണ്ട്. ഞാനിതിൽ കുറച്ച് ഇങ്ങനത്തുള്ള മെറ്റൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ബലത്തിൽ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് തന്നെയാണ്. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/2 kg ബോട്ടിലാണ് കേട്ടോ, കണ്ടെയ്നറാണ് കേട്ടോ. കറക്റ്റ് 1/2 kg കൊള്ളുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പൂണില്ല കേട്ടോ. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. ഇങ്ങനത്തെ ഒരു 12 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്രൈസിന് ഇത് നല്ല ഒരു വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റും ഞാൻ ഇതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു സെറ്റ് ഓഫ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇത് സെയിം ഇതേ കളറും പാറ്റേണൊക്കെ തന്നെയാണ്, പക്ഷേ സൈസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 4 കണ്ടെയ്നേഴ്സ് 1 kg ഏറ്റവും താഴെ കാണുന്നത്, പിന്നെ ഒരു 3/4 കിലോൻ്റെ കണ്ടെയ്നേഴ്സ് 4 എണ്ണം, പിന്നെ 1/2 കിലോൻ്റെ കണ്ടെയ്നേഴ്സ് 4 എണ്ണം, അങ്ങനെയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പൂൺസാണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു സ്പൂൺ ഞാൻ കുറച്ചായിട്ട് നോക്കി വെക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. കാരണം കുറേ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 110 റുപ്പീസിനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 ഗോൾഡൻ കളർ സ്പൂണും അതുപോലെ തന്നെ 4 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രോസും അതുപോലെ അത് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രഷും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 110 റുപ്പീസിന് ഇത് ശരിക്കും വേർത്തിയാണ് കേട്ടോ. എനിക്ക് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പഞ്ചസാരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളവിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ഓരോ സ്പൂണായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനൊരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പൂണ് തന്നെ യൂസ് ചെയ്യണുള്ളൂ. പക്ഷേ അത് ഫെയ്ഡായതിന് ശേഷം മറ്റത് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പക്ഷേ ഈ ഒരു സ്പൂൺ എനിക്ക് ഇതുവരെയായിട്ടും കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല, ഫെയ്ഡായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടുള്ള രീതിയിലുള്ള സ്പൂണൊന്നുമല്ല, നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തന്നെ നിങ്ങളിത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ടേബിളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുമ്പോഴൊക്കെ, ഗസ്റ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്പൂണാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. അതായത് റോൾഡ് ടിഷ്യൂ ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഹോൾഡറാണ് കേട്ടോ ഇത് ഞാൻ കിച്ചണിലും അല്ലെങ്കിൽ ടേബിൾ മുകളിലൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ക്വാളിറ്റി എന്ന് പറയാൻ അതിൻ്റെ ആ ഒരു ഷേപ്പും അതുപോലെ വുഡനൊക്കെ ആയതുകൊണ്ട് അതൊക്കെ രസമുണ്ട്. പക്ഷെ ഇതിൽ മുകളിൽ വന്നിട്ടുള്ള ഒരു പെയിൻറ്റ് ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. കയ്യിലൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു ബ്രൗണിഷ് കളർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം നമ്മൾ വെറുതെ വാങ്ങിച്ച് വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് റിട്ടേൺ അടിച്ചു കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കിച്ചൺ ക്ലീൻ ചെയ്യണ ടിഷ്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാനിത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കീ ഹോൾഡർ കുറേ കാലമായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കീ ഹോൾഡറാണ് കേട്ടോ. റേറ്റ് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരുന്ന ഒരു സാധനം കൂടിയായിരുന്നു കേട്ടോ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം
കുറച്ച് പേരൊക്കെ ഇതിന് പൊട്ട റിവ്യൂ ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു റിട്ടേൺ ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബലം, നല്ല ബലം ഉണ്ട് കേട്ടോ അത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ആണി അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്ക്രൂ ചെയ്യണം. നമ്മുടെ ചുമരിലൊക്കെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതൊന്ന് ആണി അടിച്ച് വെക്കണം കേട്ടോ. ഇതുണ്ടല്ലേ ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്പേസിൽ നമുക്ക് ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ കീ ഹോൾഡേഴ്സായിട്ട് സൈഡിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു 6 കപ്പിന് വെറും 200 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പാക്കേജിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ പൊട്ടിത്തപ്പട് പീസായിട്ടുണ്ടാവുന്നു. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒന്നും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാതിരുന്നിട്ടുണ്ടാവുക. ഇത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു പഴയ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തെർമോക്കോളും കൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ പൊട്ടാതെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ഓരോ കപ്പ് കയ്യിലെടുക്കുമ്പോഴും എനിക്ക് ശരിക്കും വയറിങ്ങനെ കാളുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ പൊട്ടിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ ചായ കോഫിയൊക്കെ കുടിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ പാത്രമൊക്കെ കഴുകിയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രേ ആണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ സ്പേസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് മാത്രം പാത്രങ്ങളൊക്കെ കഴുകണ ആൾക്കാർക്കാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. കാരണം ഇതിന് സ്പേസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പ്ലേറ്റ് വെക്കണ ആ ഒരു സ്പേസ് ഒന്നും തീരെ പോരാട്ടോ. സ്പേസ് ആ ഒരു പ്ലേറ്റ് അതിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കണം തന്നെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് പ്ലേറ്റൊക്കെ നമ്മളതിന് അകത്ത് വയ്ക്കുക. പിന്നെ പ്ലേറ്റ് വെച്ചാൽ തന്നെ ബാക്കി കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ ബാക്കി ഡവറിയും കാര്യങ്ങളൊക്കെ കഴുകി വെക്കണമെങ്കിൽ അതിൽ തീരെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ അതിൻ്റെ താഴത്ത് വെള്ളം അങ്ങനെ പോവാനൊക്കെ ആയിട്ടുള്ള ഒരു ട്രേ ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അടുത്തതായിട്ട് ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ കുറച്ച് ബോക്സസ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ബോക്സ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ അത്ര നല്ല ക്വാളിറ്റി പറയാനൊന്നുമില്ല. ഈ ഒരു പ്രൈസിന് പറ്റിയ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് കുട്ടികളുടെയൊക്കെ ഇന്നർവിയേഴ്സൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ദിവസം രാവിലെ എടുക്കാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇത് ഞാൻ ആഗ്രഹിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഡിസപ്പോയിൻ്റ് ആവുകയാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ പാർട്സ് മുഴുവനായിട്ട് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സ്ക്രൂ ഉണ്ടായിരുന്നില്ല, വേറെ എല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അതുമാത്രമല്ല ഞാൻ ഡിസപ്പോയിൻ്റ് ആവാനുള്ള കാരണം ഇതിൻ്റെ ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. മഴ നനഞ്ഞു കഴിഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ മഴയല്ല വെള്ളം നനഞ്ഞാലൊക്കെ അത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ശരിക്കും കാർഡ്ബോർഡിൻ്റെയൊക്കെ ആ ഒരു വെയിറ്റേ ഉള്ളൂ. പിന്നെ അതിൽ പെയിൻ്റ് അടിച്ചതായിട്ടാണൊക്കെ തോന്നി. എനിക്ക് അങ്ങനെ എന്താ പറയുക, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്. പക്ഷെ നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ, റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു പ്രൊഡക്റ്റൊക്കെ ആയിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. കിച്ചണിലൊക്കെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് കണ്ടാലറിയാം ഇത് പെട്ടെന്ന് തന്നെ നാശമായി പോകും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ ഉണ്ടായിരുന്ന കുറച്ച് സ്ക്രൂസൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ. പക്ഷേ ഞാനിത് റിട്ടേൺ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഓർഡർ ആക്കിയില്ല കേട്ടോ. ഇത് ഞാൻ ഓർഡർ ആക്കണം എന്ന് ഉണ്ടായിരുന്നില്ല, എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടിഷ്യൂ ഹോൾഡർ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ട് ആദ്യം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ടേബിളിന് മുകളിലോ അല്ലെങ്കിൽ നമുക്ക് റൂമിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു യെല്ലോയിഷ് കളർ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭംഗി അത് ശരിക്കും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു ഗോൾഡൻ കളറിലായിരിക്കും വരുന്നുണ്ടാവുക, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി പോകുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളുടെ ടിഷ്യൂ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ടേബിളിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു സാധനം നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒരു ഡെക്കോർ പീസായിട്ടും നമുക്ക് വയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റുമാണ് കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ റൂമിലെ ടേബിളിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്